പെരുന്നാൾ ഞാൻ ഏതാണ്ട് കാര്യത്തിന് 5 രൂപ എടുത്തു. തിരുമേനി വെച്ച് 2 2 1 ഞാൻ കൊടുത്തു. വളരെ വിളിച്ചു, ഞാൻ തന്ന പൈസ രൂപ എന്ന് ചോദിച്ചു. അത് ചിലവായിപ്പോൾ നേർച്ചയിട്ടില്ല. കാരണം വെച്ചാൽ ആ പണം പലരിൽ നിന്നും പല രീതിയിൽ വരുന്ന പണമാണ്. അത് ദൈവത്തിന് സമർപ്പിക്കുന്നത് അത് വിശുദ്ധിയുള്ളതായിരിക്കണം, വെടിപ്പുള്ളതായിരിക്കണം എന്നുള്ളൊരു തീരുമാനമാണ് അദ്ദേഹത്തിന്. പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ന് അദ്ദേഹം തുടർന്ന് ജീവിക്കുന്ന ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളില്ല. സഭയിലെ യാക്കോബായ സഭയിലും ഓർത്തഡോക്സ് സഭയിലും സഭ യോജിച്ച സമയത്തും 100 കണക്കിന് വൈദികരെ പഠിപ്പിച്ച ഒരു മൽപ്പാനായിരുന്നു. ഇന്ന് അദ്ദേഹം പഠിപ്പിച്ച മേൽപ്പട്ടക്കാരിൽ ഞാൻ എൻ്റെ ഓർമ്മ വരുന്ന ചിലരുടെ ഒരു പേര് പറയും. നമ്മുടെ ജോസഫ് മാർ ശ്രേഷ്ഠ കാതോലിക്ക ബാവ, അദ്ദേഹം 5ാം പട്ട ഈ പള്ളി വെച്ച തിരുമേനി കൊച്ചെന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അതുപോലെ നമ്മുടെ മലബാർ ഭദ്രാസിൻ്റെ യുവാന്മാർ ഫേലിക്സ് തിരുമേനി, നമ്മുടെ ഈ അച്ഛൻ്റെ അപ്പൻ്റെ അനിയൻ ഫേലിക്സ് തിരുമേനി, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴേ അന്തോണിയോസ് തിരുമേനി, മാർക്കോസ് മാർ കൂർലോസ് തിരുമേനി, പെരുമ്പള്ളി തിരുമേനി, അതുപോലെ നമ്മുടെ ക്നാനായിലെ ഇപ്പോഴത്തെ 3 തിരുമേനിമാർ, എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യത്തെ ഇപ്പോൾ ഒരു 8-10 തിരുമേനിമാരോടും അദ്ദേഹം പഠിപ്പിച്ച മേൽപ്പെട്ട സ്ഥാനത്തേക്ക് കടന്നു വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം 32 വർഷക്കാലം ഈ ഇവിടെ അടുത്തൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തെങ്കിലും അദ്ദേഹം പഠിപ്പിച്ച പല വൈദികരും നല്ല ഉന്നത സ്ഥാനങ്ങളിൽ നല്ല ഉന്നത ശമ്പളത്തോടു കൂടി അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്ത് വരുമ്പോഴും അദ്ദേഹത്തെ നിങ്ങൾ സന്തോഷമാണോ സുഖമാണോ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അവസാനം അവർ കൊടുക്കുന്ന ഉപദേശം പ്രാർത്ഥിച്ചോളൂ. ദൈവം തന്നതല്ലാതെ ഒന്നും നമുക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ 32 വർഷക്കാലം ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തു. അദ്ദേഹത്തിന് കാര്യമായ പ്രതിഫലം കിട്ടാതെയാണ്. പക്ഷേ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത പ്രതിഫലം വിലമതിക്കാത്തതായ ഒന്നാണ്. ഈ ലോകത്തിൽ സഭയെ മുഴുവൻ ലോകം മുഴുവൻ അറിയത്തക്കതായ പ്രതിഫലമാണ് ഒരു മേൽപ്പെട്ട. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടി. പരിശുദ്ധനായ ഏലിയാസ് പാത്രികീസ് ബാവൻ അദ്ദേഹത്തിന് പണം കൊടുക്കുന്നു. ഈ തൃക്കം ദേറായി, ഈ കരവട്ടാണ് തൃക്കം ദേറ, ആ പള്ളി പണിത കൂട്ടത്തിൽ തന്നെ അവിടെ ദേറ സ്ഥാപിച്ചു. കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാച്ചനാണ് ആ ദേറ സ്ഥാപിച്ചത്. ആ ദേറായുടെ ആ പള്ളിയുടെ വികാരിയും ആ ദേറായുടെ സ്ഥാപകനുമായിട്ട് അവിടെ ഇന്നിപ്പോൾ തിരുമേനിയുടെ പിതാവും ഒക്കെ അവിടെ ചെന്ന് തിരുമേനി ആ വഴിയിലേക്ക് തിരിച്ചു വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം കൂട്ടുങ്കൽ റമ്പാച്ചനാണ്. ഒരു കാലത്ത് സഭയുടെ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ ദേറ. ഏലിയാസിനും പാത്രികീസ് ബാവൻ 1 ആഴ്ച കാലം താമസിച്ചു. അതുപോലെ ആലുവായിലെ വലിയ തിരുമേനി, അതുപോലെ നമ്മുടെ മിഖായേൽ തിരുമേനി 20 വർഷത്തിന് മേൽ താമസിച്ച സ്ഥലമാണ് തൃക്കോൺ ദേറ. മിഖായേൽ തിരുമേനിയാണ് ഇദ്ദേഹത്തിന് പട്ടം കൊടുത്തത്, അച്ഛാപട്ടം കൊടുത്തത്. ഈ 2 പിതാക്കന്മാരുടെയും കബറെങ്കിൽ ആ ഓർമ്മ ദിവസം അവർ വിളിക്കാതെ, അവർ ക്ഷണിക്കാതെ, അവർ പറയാതെ തന്നെ താൻ പോകും. ലാസ്റ്റ് പൊയ്ക്കാട്ടുശ്ശേരി പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ ജനുവരി 18-ാം തീയതി പാണമ്പടിക്കൽ അദ്ദേഹം കുർബാനയ്ക്ക് പോയി സംബന്ധിച്ചു. സ്വന്തമായിട്ട് വാഹനമില്ലാത്ത ഒരു മെത്രാപ്പൊലീത്തായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വാഹനമില്ലായിരുന്നു. എവിടെയെങ്കിലും പോകണമെങ്കിൽ ടാക്സി വിളിക്കും. എന്നോട് പറയും, അമ്മക്ക് എൻ്റെ അടുത്ത് പോകണം, അത് വിളിക്കണം. ടാക്സി വിളിച്ച് അദ്ദേഹം പോകും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സിലായിരുന്നു യാത്ര, ട്രെയിനിലായിരുന്നു യാത്ര. ഇതൊക്കെ കൂടെ യാത്ര ചെയ്ത ഞാനും ഈ അച്ഛനും. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ നല്ലതുപോലെ ഇല്ല. ഇന്ന് ട്രാൻസ്പോർട്ടിൽ ഒരു മെത്രാപ്പൊലീത്ത കീറാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ട്രെയിനിലൊരു പക്ഷേ പോകാം. പക്ഷേ അതുപോലത്തെ സാഹചര്യത്തിൽ തൃപ്തിയേക്കാൾ വലിയ ആനന്ദമില്ലെന്നും എപ്പോഴും പറയുമായിരുന്നു. നമുക്കുള്ളത് കൊണ്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയുള്ളത് ഒരു മനുഷ്യരോട് ഇദ്ദേഹം എനിക്ക് ഇന്നത് വേണമെന്ന് ആവശ്യപ്പെടുകയില്ല. ഇവിടെ ഒരു ചെറിയ മുറിയായിരുന്നു ആദ്യമേ, ഒരൊറ്റ മുറിയാണ്. അതിനുശേഷം ആളുകൾ വന്നാൽ ഇരിക്കാനോ എടുക്കാനോ സംസാരിക്കാനോ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ചാവടി പോലെ ഒരെണ്ണം ഉണ്ടാക്കി. ആ ഷീറ്റിട്ട് അത് 2ആയിട്ട് തിരിക്കാം. പക്ഷേ അതിനകത്ത് ഫർണിച്ചറൊന്നുമില്ല. 2 ബെഞ്ച് കാണും. അത് പല സമയത്ത് അകന്ന് കിടക്കുന്ന കാണാം. രാത്രിയിൽ അത് ഒന്നാകും.
കാര്യം അതിലൊരു ചവിട്ടാളെ വിളിച്ചാൽ തിരുമേനി കിടക്കുന്നത്. ഒരു കസേര കാണും. ആ കസേരയിൽ അപ്പുറം അദ്ദേഹം ഇരുന്ന് വായിക്കുകയും പറയുകയും ചെയ്യും. തിരുമേനി വീട്ടിൽ നിന്നുള്ളത് ഒരു ചെറിയ മേശയുണ്ട്. ആ മേശയുടെ പുറത്താണ് എഴുതുകയും ചെയ്തത്. ഫാനിനെ രണ്ട് ഫാനിൻ്റെ അവിടെ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ തിരുമേനിൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു, തിരുമേനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞതിന് ശേഷമേ വേറൊരാൾ പറയാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് തിരുമേനിയിലേക്ക് കൊടുത്തു. തിരുമേനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അദ്ദേഹം പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ തിരുമേനി പറഞ്ഞു, തിരുമേനി നമുക്ക് ഇവിടെ 2 ഫാൻ വേണം. അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹം മേടിച്ച് കിട്ടില്ല. എന്നാൽ എന്നോട് പറഞ്ഞ മറുപടി പറഞ്ഞത്, ഈ ചവക്കോട്ടയുടെ ഇവിടെ ഒരു നല്ല ബദാം നിൽക്കുന്നത്. ആ ബദാമിൻ്റെ ചോട്ടിൽ പോയിട്ടാൽ നല്ല കാറ്റ് കിട്ടും. ആ കാറ്റ് നമുക്ക് ഒരു ദോഷവും വരുത്തിയില്ല. ഈ ഫാനിൻ്റെ കാറ്റ് നമുക്ക് ജലദോഷം ഉണ്ടാകും, പല അസ്വസ്ഥത ഉണ്ടാകും. അതുകൊണ്ട് ഫാനിൻ്റെ കാറ്റ് എനിക്ക് വരണം. കാരണം എന്താ, അദ്ദേഹത്തോട് അത് ചോദിക്കാൻ കഴിയത്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ. ഒരു ആൾ എന്തെങ്കിലും ഒരു സാധനം കൈ കൊണ്ട് കൊടുത്താൽ, അല്ലെങ്കിൽ പണം, ഈ പള്ളി പഠിക്കുന്ന സമയത്ത് പണം കൊണ്ട് കൊടുത്താൽ, ഇത് എന്തിനാണ് ഈ പണം ഉപയോഗിക്കുന്നത്? ഇത് പള്ളി പഠിക്കുക, അവിടെ നിൽക്കാൻ പറ്റില്ല. അന്നേരെ രസീത് കയറി പോകും. തിരുമേനിക്കാന്ന് പറഞ്ഞാൽ മാത്രമേ തിരുമേനി വീഴും. തിരുമേനി പണം സൂക്ഷിക്കുന്ന ഒരാളല്ല. തിരുമേനിയുടെ കാലശേഷം ആരോ ഒരാൾ തിരുമേനിയുടെ പേരിൽ പാമ്പാടി ഒരു ബാങ്കിൽ 1000 രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി അച്ഛൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും. അച്ഛൻ്റെ ആൾക്കാരെല്ലാം അമേരിക്കയിലില്ലേ, ഞങ്ങളെല്ലാം ഒരു കുടുംബമാണ്. അവരെല്ലാം ഇട്ടതാണോ സംശയം. പക്ഷേ ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്ന ഒരാളല്ല. ഒരു പ്രാവശ്യം അദ്ദേഹം എന്നോട് അച്ഛാ എൻ്റെ കുറേ പണമുണ്ട്. ഞാനത് കേട്ടു. ഞാനൊന്ന് 1.5 ലക്ഷം രൂപയും കാണുന്നു. എന്താ 10,000 രൂപ കയ്യിൽ പോയി. അത് കാരണം അച്ഛൻ എപ്പോഴും ഈ രൂപയെക്കുറിച്ച് ചിന്തയാണ് മനസ്സിൽ. ഒരിക്കലൊക്കെ കേൾക്കുമ്പോഴും എത്തുമ്പോഴും ഈ പൈസയെക്കുറിച്ച് ചിന്ത വരുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ നമുക്ക് ആ പൈസ ചിലവാക്കണം. ഒന്നെങ്കിൽ ആർക്ക് കൊടുക്കും, അർഹതപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കും. ആ പണം നമുക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം ഇന്ന് തരേണ്ടതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവൻ ദൈവം